ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോവ ഓൺ വീൽസ്. അപ്പോൾ സഹാകാരി ഫാമിലെ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയും ഫുള്ളായിട്ട് സ്കിപ്പ് അടിക്കാണ്ടിരുന്ന് കാണണം കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗോവയിൽ വരാനിരിക്കുന്ന ആളുകൾ എന്തായാലും ഈ സഹാകാരി സ്പൈസ് ഫാം നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തോളൂ, മറക്കണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ സ്പൈസ് ഫാമിലിയുള്ള കുറെ നമ്മുടെ സ്പൈസസിനെയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിരുന്നു. ഇപ്പൊ അടുത്ത് നമ്മുടെ കുരുമുളക് കാണട്ടോ. നമുക്ക് പിന്നെ കേരളക്കാർക്ക് അതൊന്നും പുത്തിരിയല്ലല്ലോ. അപ്പോ നമ്മളുടെ ഗൈഡ് നന്നായിട്ട് ആ കുരുമുളകിനെ പറ്റിയും അതിന്റെ രണ്ടു തരം ഉണ്ടല്ലോ, വൈറ്റ് കളറും ബ്ലാക്ക് കളറും. അപ്പൊ അതിന്റെ ഉപയോഗങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരായിരുന്നു കേട്ടോ. वो भी धीरे धीरे करके कम हो जाते हैं. और आप में से किसी को एसिडिटी और कॉन्स्टिपेशंस की प्रॉब्लम है, ब्लैक पेपर यूज़ कर सकते हैं. एक नहीं तो 2 ब्लैक पेपर को क्रश करके गर्म पानी के साथ मॉर्निंग लेना है, एम्प्टी स्टमक. कुछ मिनटों के बाद आपकी जो कॉन्स्टिपेशन है उसके लिए आपको पावरफुल रिजल्ट मिल जाएगा. അപ്പൊ ഗോവയിൽ ഇതിക്ക് മുമ്പ് വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഗോവയിലെ ഫുഡൊക്കെ എത്രത്തോളം എക്സ്പെൻസ് ആണെന്ന്. ഇവിടെ എനിക്ക് നമ്മുടെ കേരളവും ബാംഗ്ലൂരായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഗോവയിലെ ഫുഡ് വളരെ എക്സ്പെൻസീവ് ആണ്. ഞങ്ങളിവിടെ സാധാ ബിരിയാണിയൊക്കെ വാങ്ങിക്കുന്നത് 350-380 റുപ്പീസ് ഒക്കെയാണ് ആവാറ്. നമ്മുടെ നാട്ടിൽ 150 ഒക്കെ കിട്ടുന്ന സാധനമാണ്. അപ്പൊ അത്രയും എക്സ്പെൻസ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഫുഡിന്. അപ്പൊ നിങ്ങൾ വരുമ്പോ എന്തായാലും നിങ്ങളും അതേപോലെയുള്ള വൈബൊക്കെ ഉള്ള നല്ലൊരു റെസ്റ്റോറന്റിലേക്ക് ആയിരിക്കും കയറണം. അപ്പൊ നിങ്ങൾക്കും എത്രയൊക്കെ രൂപയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഈ ഒരു ഫാമിലി നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർ പേഴ്സൺ 500 റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തരം റൈസ് ഉള്ള, അതായത് വൈറ്റ് റൈസും പിന്നെ പുലാവ് റൈസും പിന്നെ റൊട്ടി പിന്നെ 3 തരം നോൺ വെജ് ഐറ്റംസ്. അതിനകത്ത് ഇവിടുത്തെ സ്പെഷ്യൽ റവ ഫ്രൈയും പിന്നെ നമ്മുടെ ചിക്കൻ കറിയും പിന്നെ ഇവിടുത്തെ ഗോവൻ ട്രഡീഷണൽ ആയിട്ടുള്ള മീൻ കറിയും പിന്നെ ഒരു 5-6 കൂട്ടം വെജ് കറികളും, അതായത് പച്ചക്കറികളിലും ഉണ്ടായിരുന്ന 5-6 തരത്തിലുള്ള വെറൈറ്റീസ്. പിന്നെ സ്വീറ്റ് ഉണ്ടായിരുന്നു, അച്ചാർ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, വെജിറ്റബിളിൽ തന്നെ ഉരുളക്കിഴങ്ങിന്റെ ഫ്രൈ ഇല്ലേ അതുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ കൊക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ ഒരു എന്താ പറയാ നല്ലൊരു ഫുഡും നല്ലൊരു ബൊഫേ ലഞ്ചും ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കേരളത്തിലേക്ക് ഇതേപോലത്തേക്ക് ഇത്രയും രൂപയ്ക്കൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഗോവ ഇതിക്ക് മുമ്പ് വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ ഫുഡ് എക്സ്പെൻസിനെ പറ്റിയിട്ട്. അപ്പോൾ ഗോവയിൽ ഇത്രയും പൈസ കുറവിന്, അതായത് 500 റുപ്പീസിനൊക്കെ ഇത്രയും നല്ലൊരു ലഞ്ച് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ എന്താ പറയാ ഒരിടത്തും കിട്ടാത്ത സംഭവമാണ് കേട്ടോ. ഞാനും ആദ്യം ഒന്ന് അത്ഭുതപ്പെട്ടു, ഈ 500 റുപ്പീസിന് തന്നെയാണോ അവർ ഈ ലഞ്ചൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞേക്കണേന്ന് ആദ്യം ഞങ്ങളൊരു 2-3 തവണ അവരോട് ചോദിച്ചിട്ട് ഒന്നും കൂടി കൺഫേം ചെയ്തു. കാരണം 500 റുപ്പീസിനൊന്നും ഒരിടത്തൊരു ബൊഫേ ലഞ്ച് ഗോവയിൽ കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ, അതും ഇത്രയും നോൺ വെജും വെജ് ഐറ്റംസ് ഒക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ സ്പൈസ് ഫാം വന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടുത്തെ കാഴ്ചകളും കുറെ കാണാനുണ്ട്, ഫുഡും നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. ഇവര് തന്നെ ഉണ്ടാക്കുന്ന സ്പൈസസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ്. അപ്പൊ അതിൻ്റെതായ ഫ്രഷ്നെസ് ഒക്കെ ആ ഫുഡിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ എല്ലാവരും എന്തായാലും ഈ സ്പൈസ് ഫാം മറക്കണ്ട. നമ്മുടെ പോണ്ടയിൽ വരുന്ന സഹാകാരി സ്പൈസ് ഫാം ആണ് കേട്ടോ അത്. ओपन होकर नीचे गिरते हैं. एक ही फ्रूट से 2 मसाले मिलते हैं, एक जायफल और दूसरा जावित्री, नटमेग एंड मेस. जो मेस होता है जावित्री जायफल का कवर होता है. एंड जायफल को यूज़ करते हुए बहुत ही कम क्वांटिटी में डालना है, ज़्यादा क्वांटिटी में आप डाल. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തോന്നുമല്ലോ ഇത് ഗോവയാണോ അത് കേരളമാണോന്ന്. കാരണം കേരളത്തിൽ നമ്മൾ കാണുന്ന എല്ലാവിധ വൃക്ഷങ്ങളും മരങ്ങളും ചെടികളും സ്പൈസസും എല്ലാം ഇവിടെ കാണുന്നുണ്ടല്ലേ. അപ്പോ അതാണ്ട് ഞാനും ആദ്യമായിട്ട് ഗോവയിൽ വന്നപ്പോ എന്റെ ഒരു മനസ്സിൽ എന്ന് വെച്ചാൽ ബീച്ച് കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ്, സിറ്റി അങ്ങനത്തെ ഒരു ലൈഫ് ആയിരിക്കും ഞാൻ വിചാരിച്ചിരുന്നു ഗോവ. പക്ഷെ സൗത്ത് ഗോവയും പിന്നെ ഗോവയിലെ പല ചില പ്രദേശങ്ങളൊക്കെ വളരെ ഡിഫറെന്റ് ആണ്. കേരളത്തിന്റെ എന്താ പറയാ ഒരു സിസ്റ്റർ എന്ന് പറയാൻ പറ്റും ഗോവൻ. അതാ എനിക്കിപ്പോ തോന്നുന്നത്. കാരണം കേരളവും ഗോവയും തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ. ഇതിപ്പോ ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഇത് ഏതാ സ്ഥലം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലം എന്നായിരിക്കും പറയാൻ ചാൻസ് ഉള്ളൂ കേട്ടെ. അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ടൊരു ചെറിയ സങ്കടം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫെനി ഉണ്ടാക്കുന്നത് കാണുന്നത് വളരെ ആഗ്രഹമായിരുന്നു. അത് ഞാൻ ചിത്തിനോട് കുറെ ആയിട്ട് ചോദിച്ചടക്കണം, എനിക്ക് ഫെനി ഉണ്ടാക്കണം, കാണണം, ഫെനി ഉണ്ടാക്കണം, എടുക്കുന്ന വീഡിയോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇതുവരെ നടന്നില്ല. ഇത് സമ്മർ സീസണിലാണ് ഈ ഫെനി ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മളുടെ മാർച്ച് ഏപ്രിൽ ഒക്കെ കഴിഞ്ഞു, മെയ്യോ കഴിയാറായി. പിന്നെ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ വർഷം അത് നടക്കുമെന്ന്. മിക്കവാറും ഇനി നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഒരു ഏപ്രിലിൽ തന്നെ സ്റ്റാർട്ട് നോക്കണം എവിടെയെങ്കിലൊക്കെ പോയി.
अभी टूर होने के बाद एक छोटा सा ट्रेडिशन है। ट्रेडिशन एक्चुअल में क्या है, चलते वक्त यहाँ पर थकान होती है, थकान से ज़्यादा बहुत गर्मी हो रही है, तो उसे दूर करने के लिए पानी का मट्टा वहाँ पर है। उस पानी में 2 ऑयल्स है, एक लैवेंडर, दूसरा सिट्रोनेला। लैवेंडर बॉडी रिलैक्स करता है, सिट्रोनेला मच्छरों के लिए, मॉस्किटो रिपेलेंट। तो ये पानी हल्का सा बैक पर डालते हैं यहाँ पर। ज़्यादा चलने से जो बैक मसल्स है ना, ये कॉन्ट्रैक्ट होती है, तो उसे रिलैक्स करने के लिए वाली रेमेडी करते हैं। मेरे साथ ये रेमेडी ट्राई कीजिए। कपड़े 10 मिनट में सूख जाएंगे, कपड़ों पर दाग धब्बे कुछ नहीं गिरेंगे, इवन वाइट पर भी सेफ है। एंड देन लेटर किसी को फेनी, काजू फेनी पेस्ट के लिए चाहिए तो वहाँ पर बता दीजिएगा, मैं आपको फेनी पेस्ट के लिए दूँगी। അപ്പോൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു മൺകുടത്തില് ഒരു വെള്ളം ഒരു വെച്ചിട്ടുണ്ട്. അതിനകത്ത് അവര് എന്തൊക്കെയോ 2 തരത്തിലുള്ള ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഓയിൽ അവര് നമ്മളുടെ ബാക്കില്, നമ്മളുടെ എന്താ പറയാ, കഴുത്തിന്റെ പിറകിലായിട്ട് അവർ ഒഴിക്കും. ആ ഒഴിക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നടന്നതൊക്കെ അല്ല, അപ്പൊ അതിന്റെയൊക്കെ എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. പിന്നെ നമ്മളുടെ മോസ്കിറ്റോസ് ഒക്കെ കടിക്കാതിരിക്കാനായിട്ട്, കൊതുകൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതൊക്കെ കടിക്കാതിരിക്കാനായിട്ട് അതങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നാ പറയുന്നത്. അപ്പൊ നമ്മളിത് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേക്കണം അത് ഒഴിക്കാനായിട്ട്. അപ്പൊ അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇത് മാറുന്ന, അതായത് അത് അപ്പൊ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങിക്കോളും, പിന്നെ കറയൊന്നും പിടിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അത് വെള്ളം ഇട്ടേക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, വെള്ള ഡ്രസ്സ്, അവരോടൊക്കെ അത് ഒഴിച്ചോളാൻ പറഞ്ഞു, കാരണം കറയൊന്നും പിടിക്കില്ല എന്ന്. പക്ഷെ അത് ഒഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം ഒരു മടിയായിരുന്നു കേട്ടോ, പക്ഷെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു കൂൾ ഫീലിംഗ് ആയിരുന്നു കേട്ടോ, നല്ല മണവുമായിരുന്നു അതിന്. അതാണ് എല്ലാവരെ കൊണ്ട് കണ്ടോ മണപ്പിച്ചിട്ടാണ് അത് ഒഴിപ്പിക്കുന്നത്. കണ്ടോ കണ്ടോ എനിക്ക് ഭയങ്കര ചമ്മലായിട്ടിരിക്കുന്നു കേട്ടോ ഒഴിക്കാനൊക്കെ. പക്ഷെ എന്തായാലും ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇനി ഉണ്ടാവാൻ പോണില്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് ചെയ്തു. കുറച്ച് ഇനി എന്റെ ട്രൈ ആണ്. ഞാൻ അവിടെ ചിരിച്ച് കൊള്ളാക്കിട്ടോ, ഞാൻ ആ വീഡിയോ ഒന്നും ഇതിനകത്ത് ഇടുന്നില്ല. അപ്പൊ നമ്മളുടെ സ്പൈസ് ഫാമിലി ടൂറൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി നമുക്ക് ഇവിടുന്ന് നല്ല ബൊഫേ ലഞ്ചാണ്. ഞാൻ നേരത്തെ വിവരിച്ചതുപോലെയുള്ള അടിപൊളി ഒരു ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഇരിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല, ടൈം അങ്ങനത്തെ ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എത്ര ടൈം വേണമെങ്കിൽ ഇരുന്ന് എല്ലാം കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ പോയാൽ മതി. ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ പോയത്. ഇതേ ഞങ്ങൾ ഫെനി കുടിക്കുകയാണ് കേട്ടോ. ഓഹ് എന്തൊരു കയ്പായിരുന്നു. എനിക്ക് കശ്മാരി ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ഫെനി ഇഷ്ടമല്ല. നിങ്ങൾ എന്നെ തല്ലാൻ വരുന്നത് ഞാൻ പറയുമ്പോൾ, പക്ഷെ എനിക്ക് പേഴ്സണലി ഫെനി ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ കണ്ടോ ചേച്ചിമാരൊക്കെ അവിടെ നമുക്ക് വേണ്ട ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 കൗണ്ടറായിട്ടായിരുന്നു, വെജും നോൺ വെജും. വെജിലായിരുന്നു ഐറ്റംസ് കൂടുതലെങ്കിലും 500 റുപ്പീസിന് 3 നോൺ വെജ് ഐറ്റംസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ, അതും ഗോവയിലേ. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സിലാവട്ടെ ഇവിടത്തെ തിരക്ക്. ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ഫാം ടൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങിയത്. അതായത് 1 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ 1 മണിക്ക് ഞങ്ങളുടെ സ്പൈസ് ഫാം ടൂറൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിക്കാനിരുന്നു. അപ്പോഴേക്കും ഇവിടെ ആൾക്കാർ വന്ന് തുടങ്ങുന്നുള്ളൂ. കാരണം ഇവിടെ ഒരു 2 to 3 ഒക്കെയാണ് തോന്നുന്നു ബൊഫേ ലഞ്ചൊക്കെ ഉള്ളത്. അപ്പൊ ആളുകൾ നേരെ ആദ്യമേ തന്നെ വന്ന് കഴിച്ച് പിന്നെ റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് സ്പൈസ് ഫാം ടൂറൊക്കെ പോകുന്നത്. അപ്പൊ അതേ ഞങ്ങളുടെ ബൊഫേ ലഞ്ച് കണ്ടോ, നമ്മുടെ റൊട്ടി ഉണ്ടായിരുന്നു, പിന്നെ അതേ സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ വൈറ്റ് റൈസ്. വീഡിയോ എടുക്കാൻ പറ്റില്ല. बिल्ली को मार के भगाओ ना। Spoon you want, no? ഇത് സാമ്പാറായിരുന്നു കേട്ടോ. പിന്നെ അതേ അപ്പുറത്ത് ക്യാബേജ് ആണ് ഇരിക്കുന്നത്, പിന്നെ അപ്പുറത്തിരിക്കുന്നത് പുലാവാണ്. പിന്നെ എന്നിട്ട് പൊട്ടറ്റോയും ഗ്രീൻ പീസൊക്കെ ഇട്ടൊരു കറി ഉണ്ടായിരുന്നു. അതൊക്കെ ഗോവയിൽ എല്ലാവരും ചോറിന്റെ കൂടെ കഴിക്കുന്ന കറികളാണ്. നമ്മൾ മാത്രമാണ് അതൊക്കെ ഈ പലഹാരങ്ങളുടെ കൂടെ മാത്രം കഴിക്കുന്നത്. പക്ഷെ ഗോവയിൽ അതൊക്കെ എല്ലാത്തിന്റെ കൂടി ഇങ്ങനത്തെ റൈസിന്റെ കൂടെ കഴിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ.
കണ്ട ഇത് ഇവിടുത്തെ വെജ് പുലാവാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആലു മട്ടർ കറി. പിന്നെ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു, എല്ലാ മിക്സും കൂടിയിട്ടുള്ളത്. പിന്നെ പപ്പ അച്ചാർ, പിന്നെ കൊക്കം ഡ്രിങ്ക്, സ്വീറ്റ്, അതായത് ആ ഓറഞ്ച് കളറിലെ. പിന്നെ അത് ഇതാണ് നമ്മുടെ ചിക്കൻ കറി. പിന്നെ ഇത് മീൻ കറി. പിന്നെ ഇത് ഫിഷ് ഫ്രൈ, റവ ഇട്ട് വെച്ചേക്കണോണ്ട് ഫ്രൈ ചെയ്തേക്കണോണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ കണ്ടോ, ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നും മിസ് ചെയ്തില്ല. അപ്പൊ റൊട്ടി, ചിക്കൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി, റൊട്ടി, അച്ചാർ. ഇതെന്തിട്ടാണെന്ന് എനിക്ക് ഡൗട്ടാണ്. സ്വീറ്റ് ആണെന്ന്. It's like a good. അപ്പൊ എന്റെ പാത്രം കാണുമ്പോ ഇത് എന്തിട്ടാണ്, ഇത് പൂക്കളം വരച്ച പോലെ ഉണ്ടല്ലേ, എല്ലാം കൂടി മിക്സ് ചെയ്തേക്കണോണ്ടാണ് കേട്ടോ. അതായത് 2 തരം റൈസും പിന്നെ റൊട്ടിയും ചിക്കൻ കറിയും 3 തരം ചാറ് കറിയും പിന്നെ മീൻ വറുത്തതും അല്ലാണ്ടുള്ള വെജിറ്റബിൾ ഫ്രൈയും കൊക്കം ഡ്രിങ്കും സാലഡും ക്യാബേജ് തോരനും അച്ചാറും സ്വീറ്റ് ഒക്കെ കൂടി ആകുമ്പോ ഈ പ്ലേറ്റ് എന്തായാലും ഫുൾ ആകുമല്ലോ അല്ലെ. Pomfret. It's mackerel, no? Huh? It was mixed? That is mackerel. Mix. Oh my god, I missed. ഇത് നോക്കി നിങ്ങൾ തിരക്കുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഉച്ച ടൈം കഴിഞ്ഞപ്പോഴാണ് ആളുകളൊക്കെ വന്ന് ഫുള്ളായത് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ ഇവിടത്തെ ഇവരുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അവർ തന്നെ കൃഷി ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓരോരോ സാധനങ്ങളാണ്. ഇത് കൊക്കം ഡ്രിങ്ക് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സാധനം. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ കൊണ്ടൊക്കെ. പിന്നെ അവരുണ്ടാക്കുന്ന എന്ത് സോപ്പാണെന്ന് തോന്നുന്നു. പിന്നെ അതേ കണ്ടോ, ഇതേപോലുള്ള ഐറ്റംസ് ഞങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ വാങ്ങാനോ അങ്ങനൊന്നും, ഞങ്ങൾക്ക് അതിനോടൊന്നും അധികം താല്പര്യമില്ല. ഞങ്ങൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാനും പിന്നെ നല്ല ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എടുത്തില്ല. ഇതൊക്കെ നിങ്ങളുടെ ആരെങ്കിലൊക്കെ പ്രായമായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ, ശരീരവേദനകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സ്പൈസസ് ഒക്കെ ഇവിടെ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് വില കുറവിനൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോവാട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്പൈസ് ഫാം ടൂറ് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാണ്, ഗോവയിൽ വരുമ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് ഗോവ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുതിയ ഏതെങ്കിലും പ്ലേസ് അന്വേഷിച്ച് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പൈസ് ഫാമും ഇതേപോലെയുള്ള വേറെയും കുറെ സ്പൈസ് ഫാംസ് ഒക്കെ ഉണ്ട് കേട്ടോ, അല്ലാണ്ടുള്ള ഫാമുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്